ഇംഗ്ലണ്ട് പര്യടനത്തിനിടെ ഇന്ത്യക്ക് തിരിച്ചടി. പരിക്കേറ്റ നിതീഷ് കുമാർ റെഡ്ഡിക്ക് പരമ്പര നഷ്ടമാകും. പരിക്കേറ്റ് പുറത്തായ അർഷിക് സിംഗിന് പകരം അർഷുൽ കാംബോജിനെ തീരുമാനിച്ചതിന് പിന്നാലെയാണ് നിതീഷിനും പരിക്കേറ്റത്. ജോയ്മോൻ ജോസ് നൽകും വിവരങ്ങൾ. ജോയ്മോൻ, നിർണായക ടെസ്റ്റിൽ ബുംറയെ കളിപ്പിക്കണോ എന്ന ആലോചനയിലിരിക്കുമ്പോഴാണ് ഓൾറൗണ്ടർ പുറത്താകുന്നത്. വിവരങ്ങൾ പറയാം. തീർച്ചയായും മരുണിയ, ഏറെ നിർണായകമായ ഒരു മത്സരത്തിന് തയ്യാറെടുക്കുകയായിരുന്നു ഇന്ത്യക്കാണ് ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. അതായത് ഇന്ത്യയുടെ ഓൾറൗണ്ടറായ നിതീഷ് കുമാർ റെഡ്ഡിക്ക് പരിശീലനത്തിനിടെ കാൽമുട്ടിന് പരിക്കേൽക്കുകയും അടുത്ത മത്സരം, അതായത് 2 ദിവസത്തിനുള്ളിൽ ഓൾഡ് ട്രാഫോർഡിൽ ആരംഭിക്കുന്ന 4ാം ടെസ്റ്റിന് പങ്കെടുക്കാനാവില്ല. താരത്തിന് പരമ്പര തന്നെ നഷ്ടമാകും എന്നൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. എങ്കിൽ തന്നെയായാലും താരത്തിന്റെ പ്രകടനം താരതമ്യേന മികച്ചതെന്ന് പറയാൻ കഴിയില്ലെങ്കിൽ തന്നെയാലും ലോർഡ്സിൽ, അതായത് 3ാം ടെസ്റ്റില് മികച്ച പ്രകടനം കാഴ്ചവെക്കേണ്ടത്. അതായത് ഇംഗ്ലണ്ട് ഓപ്പണർമാരെ തുടർച്ചയായി 2 ഓവറുകൾ പുറത്താക്കി ഒരു മികച്ച പ്രകടനം നിതീഷ് കുമാർ നടത്തിയിരുന്നു. ആ മത്സരത്തിൽ തന്നെയാലും ആദ്യ ഇന്നിംഗ്സിൽ 30 റൺസും എടുത്തൊരു മികച്ചൊരു സംഭാവന, താരതമ്യേന ഒരു മികച്ചൊരു സംഭാവന നൽകിയ താരമായിരുന്നു നിതീഷ് കുമാർ റെഡ്ഡി. അപ്പോൾ താരത്തിന്റെ അഭാവം ഈ ഒരു 4ാം മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് നിർണായകമായിരുന്നു. അതായത് ഈ ഓൾഡ് ട്രാഫോർഡിലെ പിച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെയാലും പേസിനെ തുണയ്ക്കുന്ന പിച്ചിൽ ഒരു ഓൾറൗണ്ടർ പേസർ എന്ന നിലയിൽ താരം ടീമിനൊരു മുതൽക്കൂട്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ഈ പരിക്കോടുകൂടി പരമ്പര തന്നെ ഒരു നഷ്ടമാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നതിൽ അങ്ങനെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഈ പരമ്പരയിൽ തന്നെ ഒരു നിർണായക മത്സരമാണ് 2 ദിവസങ്ങൾക്കുള്ളിൽ നടക്കുന്ന ഈ ഓൾഡ് ട്രാഫോർഡ് ടെസ്റ്റ്. അപ്പോൾ തന്നെയാലും ഇപ്പോൾ പരമ്പരയിൽ ഒരു 2-1 ഇംഗ്ലണ്ട് മുന്നിലാണ്. അപ്പോൾ ഇംഗ്ലണ്ടിനോട് അതായത് പരമ്പരയിലേക്ക് ഒരു തിരിച്ചുവരവ് ലക്ഷ്യമിട്ടിരുന്ന ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ എടുത്തു പറയുകയാണെങ്കിൽ ഇന്ത്യൻ നിരയിൽ തന്നെയായാലും ഇപ്പോൾ അവസാനമായിട്ടാണ് ഇപ്പോൾ നിതീഷ് കുമാറിന് പരിക്കേൽക്കെങ്കിൽ അതിന് മുന്നോടിയായി തന്നെ ആകാശ് ദീപും അതുപോലെ തന്നെ അർഷ്ദീപ് സിംഗും പരിക്കിന്റെ പിടിയിലായിരുന്നു. അതുപോലെ തന്നെ ബുംറ കളിക്കുന്ന കാര്യത്തിലും തന്നെ ഒരു തീരുമാനമാവാത്ത സ്ഥിതിക്ക് ഇന്ത്യയുടെ പേസ് ബോളിംഗ് നില തന്നെ ഒരു പ്രതിസന്ധിയിലാവുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിന് പകരമായി ഇപ്പോൾ കുറച്ച് മണിക്കൂർക്ക് മുമ്പ് തന്നെ അർഷുൽ കാംബോജിയെ പകരം ഇംഗ്ലണ്ടിലേക്ക് ടീമിനൊപ്പം ചേരുമെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട്, അതായത് 4ാം ടെസ്റ്റിൽ ഇന്ത്യയുടെ പ്രകടനം എങ്ങനെയായിരിക്കും, അതായത് ബോളിംഗ് നിരയിൽ ഇന്ത്യ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നതിനുള്ള ഒരുപാട് തലവേദനയായിരിക്കും ഇപ്പോൾ അതായത് ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനും അതുപോലെ തന്നെ പരിശീലനം ഉണ്ടായിരിക്കുക. എങ്കിൽ തന്നെയായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഒരു നിർണായക മത്സരത്തിന് തയ്യാറെടുക്കുന്ന ഇന്ത്യക്ക് നിതീഷ് കുമാർ റെഡ്ഡിയുടെ അഭാവം വലിയൊരു തിരിച്ചടിയാകും എന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. അരുണിയ, പരിശീലനത്തിനിടെ പരിക്കേറ്റ നിതീഷിന് പരമ്പര നഷ്ടമാകും. അർഷീപ് സിംഗ് പുറത്തായതിന് പിന്നാലെയാണ് നിതീഷിനും പരിക്കേറ്റത്. 4ാം ടെസ്റ്റ് ബുധനാഴ്ച തുടങ്ങാനിരിക്കുകയാണ്. ജോയ്മോൻ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത് സ്പോർട്സ് ഡെസ്കിൽ നിന്നും.